സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിനകത്ത് ആദ്യം സോളിഡ്സിനെ മൊത്തത്തിൽ പറഞ്ഞു. പിന്നെ അതിനുശേഷം സോളിഡ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട് ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും പറഞ്ഞു. അതിനുശേഷം ക്രിസ്റ്റലൈൻ സോളിഡിലേക്ക് മാത്രമായിട്ട് വന്നിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ തന്നെ വീണ്ടും 4 ക്ലാസിഫിക്കേഷൻ, മോളിക്കുലർ സോളിഡ് എന്നും മെറ്റാലിക് സോളിഡ് എന്നും അയോണിക് സോളിഡ് എന്നും പറഞ്ഞ് സംസാരിച്ചു. പിന്നെ അതിനുശേഷം മോളിക്കുലർ സോളിഡിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കി. അതിനുശേഷം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേര് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയണം, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയണമെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഓരോ ക്രിസ്റ്റൽ ലാറ്റിസും ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ടമെന്റൽ ആൻഡ് റിപ്പീറ്റിംഗ് യൂണിറ്റുകളെ വിളിക്കേണ്ട പേര് യൂണിറ്റ് സെൽ എന്ന് പറയണമെന്ന് മനസ്സിലാക്കി. ആ യൂണിറ്റ് സെല്ലിന്റെ 7 ടൈപ്പ് കാണിച്ചു. ആ 7 ടൈപ്പാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് മാത്രം വച്ചിട്ടല്ല അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നും അതിനകത്ത് ചില ഇന്റേണൽ ഡയമെൻഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ യൂണിറ്റ് സെല്ലിന്റെയും ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ യൂണിറ്റ് സെൽ വേരിയേഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. വേരിയേഷൻസ്. ഇതുവരെ പറഞ്ഞത് യൂണിറ്റ് സെല്ലിന്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് അങ്ങോട്ട് സംസാരിക്കാനുള്ളത് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ യൂണിറ്റ് സെല്ലും എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഓർത്തോറോംബിക് എന്ന ഷേപ്പിനോട്ട് എടുക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ഓർത്തോറോംബിക് ഷേപ്പ്. ഇതൊരു ഓർത്തോറോംബിക് ഷേപ്പാണ്. ഇതിന്റെ തന്നെ ഈ പൊസിഷൻ അറിയപ്പെടുന്നത് കോർണർ എന്നാണ്. കോർണർ എങ്ങനെ 8 കോർണേഴ്സ് ഉണ്ടെന്ന് അറിയാം. അതുപോലെ ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് എഡ്ജ് എന്ന് പറയണം. അങ്ങനെ നമുക്കറിയാം 12 എഡ്ജസ് ഉണ്ട്. പിന്നെ ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് ഫേസ് എന്ന് പറയണം. അങ്ങനത്തെ 6 ഫേസുകളുണ്ട്. ഇനി ബോഡിക്കകത്തും പാർട്ടിക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ വേണം വരാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പോൾ നമ്മൾ പുതുതായി സംസാരിക്കാൻ പോകുന്ന കാര്യം യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ ഓർത്തോറോംബിക് വെച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ കോർണേഴ്സ് പരിചയപ്പെടുത്തി, എഡ്ജ് എന്താണെന്ന് അറിയാം, ഫേസ് എന്താണെന്ന് അറിയാം, പിന്നെ ബോഡിക്കകത്ത് ബോഡി സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. പാർട്ടിക്കിൾസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഒന്നുകിൽ ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം എന്ന് അറിയാം. ആ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രം, അതായത് ഇവിടെയും വരുന്ന ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അങ്ങനെ വരുന്ന യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനെ നമ്മൾ സാധാരണഗതിയിൽ പ്രിമിറ്റീവ് എന്നൊരു വാക്കുകൊണ്ട് പറയണം. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ഐറ്റം പ്രിമിറ്റീവ് എന്ന് പറയാം. ഈ പ്രിമിറ്റീവിനെ തന്നെയാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയേണ്ടത്. അപ്പോൾ പ്രിമിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ആ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നാൽ അതിനെ വിളിക്കേണ്ട പേരാണ് പ്രിമിറ്റീവ് എന്നൊരു വാക്കുകൊണ്ട് പറയേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, ഈ പ്രിമിറ്റീവിനെ തന്നെ സിമ്പിൾ എന്ന് പറയാം. ഇനി വേറൊരു കാര്യം, വേറൊരു ഓർത്തോറോംബിക്കിന്റെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. അതായത് പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്, അത് കൂടാതെ ബോഡിയുടെ ഒത്ത നടുവിലും ബോഡി സെന്ററിലും വന്നാൽ, കോർണേഴ്സിലും ഉണ്ട് ബോഡിയുടെ സെന്ററിലും വന്നാൽ അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബോഡി സെന്റേർഡ് എന്ന് പറയണം. ബോഡി സെന്റേർഡ്. ഇനി അടുത്ത വേറൊരു ക്ലാസ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓർത്തോറോംബിക്കിന്റെ കോർണേഴ്സിലുണ്ട്, അത് കൂടാതെ ഈ ഫേസിന്റെ സെന്ററിലുണ്ട്, ഈ ഫേസിന്റെ സെന്ററിലുണ്ട്, ഈ ഫേസിന്റെ സെന്ററിലുണ്ട്, ഈ ഫേസിന്റെ സെന്ററിലുണ്ട്, ഇതിലുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഫേസിന്റെ സെന്ററിലും കാണപ്പെടണം. കോർണേഴ്സിനെ കൂടാതെ എല്ലാ ഫേസിന്റെ സെന്ററിലും വന്നാൽ അതിനെ വിളിക്കേണ്ട പേര് ഫേസ് സെന്റേർഡ് എന്ന് പറയണം. ഫേസ് സെന്റേർഡ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഓർത്തോറോംബിക്കിന്റെ തന്നെ കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉണ്ട്, പക്ഷേ ഈ ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ ഇല്ല, 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 പക്ഷേ ഈ ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ ഉണ്ട്. അതായത് കോർണേഴ്സിന്റെ കൂടാതെ 2 എൻഡ് ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ വന്നാൽ അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനെ നമ്മൾ വിളിക്കേണ്ട പേര് എൻഡ് സെന്റേർഡ് എന്ന് പറയണം. എൻഡ് സെന്റേർഡ്.
സെന്റേഡ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ യൂണിറ്റ് സെല്ലിനെ നമുക്ക് നാലായി തരംതിരിക്കാം. പ്രിമിറ്റീവ് എന്നും, ബോഡി സെന്റേഡ് എന്നും, ഫേസ് സെന്റേഡ് എന്നും, എൻഡ് സെന്റേഡ് എന്നും. പ്രിമിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയണം, പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമേ കാണുള്ളൂ. ബോഡി സെന്റേഡ് എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഉണ്ട്, ബോഡിയുടെ സെന്ററിലും ഉണ്ട്. അതേസമയം ഫേസ് സെന്റേഡ് എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഉണ്ട്, എല്ലാ ഫേസിന്റെ സെന്ററിലും ഉണ്ട്. എൻഡ് സെന്റേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഉണ്ട്, എൻഡ് ഫേസിന്റെ സെന്ററിലും ഉണ്ടെന്ന് ഓർമ്മിക്കണം. അപ്പൊ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാം, 4 മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു ഓർത്തോറോംബിക്കിന് 4 വെച്ച് 7 യൂണിറ്റ് സെല്ലുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് 4 × 7 28 വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കിയാൽ, നമ്മൾ ഈ ക്യൂബിന്റെ ഷേപ്പ് എടുത്താൽ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കാര്യം, ഒരു യൂണിറ്റ് സെല്ലിൽ 4, അങ്ങനെ 7 തരം യൂണിറ്റ് സെല്ലുണ്ട്. സോ 7 × 4 28 എണ്ണം വരാം. ടോട്ടൽ വേരിയേഷൻസ് 28 എണ്ണം വരാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ക്യൂബ് മാത്രം എടുത്താൽ, ആ ക്യൂബിന്റെ പ്രിമിറ്റീവ് മനസ്സിലാക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിൾ കാണിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾ പാർട്ടിക്കിൾസ്, അതായത് ഒരു ക്യൂബിന്റെ ഷേപ്പ് എടുത്തിട്ട് പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ കാണിച്ചുകൊണ്ട് ക്യൂബിന്റെ പ്രിമിറ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്യൂബിന്റെ ബോഡി സെന്റേർഡ് കാണിക്കാൻ പറഞ്ഞാൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ബോഡിയുടെ സെന്ററിലും കാണിക്കാം. സോ ബോഡി സെന്റേർഡും അവിടെയുണ്ട്. ഇനി അതുപോലെ തന്നെ ഫേസ് സെന്റേർഡ് കാണിക്കാൻ പറഞ്ഞാൽ ക്യൂബിന്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ എല്ലാ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് വരുന്ന ഫേസ് സെന്റേർഡ് ഉണ്ട്. ക്യൂബിന്റെ എൻഡ് സെന്റേർഡ് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും, അവിടെ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ ഫേസും ഒരുപോലെയാണ്. സോ എൻഡ് ഫേസ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം എൻഡ് സെന്റേർഡ് സിസ്റ്റം ആബ്സെന്റ് ആണ്. സോ അവിടെ 3 തരം വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കണ്ടുപിടിച്ച കണക്കിൽ വ്യത്യാസമുണ്ട്. ക്യൂബിന് 4 എണ്ണം ഇല്ല, പകരം 3 വേരിയേഷൻസേ ഉള്ളൂ. അങ്ങനെ ഓരോ യൂണിറ്റ് സെല്ലും നോക്കുന്ന സമയത്ത് ടെട്രാഗണലിനെ സംബന്ധിച്ചിടത്തോളം പ്രിമിറ്റീവ് ഉണ്ട്, കൂടാതെ ബോഡി സെന്റേർഡ് മാത്രമേ ഉള്ളൂ. സോ 2 എണ്ണം. മോണോക്ലിനിക്കിനാണെങ്കിൽ പ്രിമിറ്റീവ് ഉണ്ട്, കൂടാതെ എൻഡ് സെന്റേർഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 എണ്ണം. ബാക്കിയുള്ള ആൾക്കാരിലെല്ലാം പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിച്ചോണം. സോ 1 1 1. സോ നമുക്ക് ടോട്ടൽ കൂട്ടിയെടുക്കുന്ന സമയത്ത് 3 5 4 9 11 12 13 14 ഉള്ളൂ. നമ്മൾ നേരത്തെ 28 മനസ്സിൽ കണക്കൂട്ടിയതാണ്, പക്ഷേ യഥാർത്ഥം 28 സിസ്റ്റംസ് ഇല്ല, പകരം 14 ക്രിസ്റ്റൽ സിസ്റ്റംസ് മാത്രമേ ഉള്ളൂ. ഈ 14 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ ചേർത്ത് ഒരു പേരുണ്ട്. ഇവരെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയേണ്ടത്. ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, യൂണിറ്റ് സെല്ലിന്റെ ടൈപ്സ് നമുക്ക് അറിയാമായിരുന്നു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് പ്രിമിറ്റീവ് എന്നും അല്ലെങ്കിൽ സിമ്പിൾ എന്നും, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്, അങ്ങനെ 4 സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കി. ഇനി ഓരോ യൂണിറ്റ് സെല്ലിലുള്ള വേരിയേഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ക്യൂബ് ആണെങ്കിൽ അവിടെ പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് മാത്രമേ ഉള്ളൂ. അതേസമയം ടെട്രാഗണലാണെങ്കിൽ പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ് മാത്രമേ ഉള്ളൂ. ഓർത്തോറോംബിക്കിൽ 4 തരത്തിൽപ്പെട്ട വേരിയേഷൻസ് ഉണ്ട്. മോണോക്ലിനിക്കിലാണെങ്കിൽ പ്രിമിറ്റീവും എൻഡ് സെന്റേർഡ് മാത്രമേ ഉള്ളൂ. ട്രൈക്ലിനിക്കാണെങ്കിൽ പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ വേണമെങ്കിൽ, അതായത് എല്ലാ യൂണിറ്റ് സെല്ലിലുള്ള ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഉണ്ടെന്ന് പറയണം. ഇനി എൻഡ് സെന്റേർഡ് ആർക്കൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എൻഡ് സെന്റേർഡ് ഓർത്തോറോംബിക്കിനും മോണോക്ലിനിക്കിനും മാത്രമേ എൻഡ് സെന്റേർഡ് സിസ്റ്റംസ് ഉള്ളൂ. ബോഡി സെന്റേർഡ് ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്യൂബിന് ബോഡി സെന്റേർഡ് ഉണ്ട്, ടെട്രാഗണലിന് ബോഡി സെന്റേർഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓർത്തോറോംബിക്കിനും ബോഡി സെന്റേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് 14 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഈ 14 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെയും ബ്രവൈസ് ലാറ്റിസ് എന്ന പേര് പറയണമെന്ന് കൂടെ മനസ്സിലാക്കണം. ഇനി വേണമെങ്കിൽ ഇതും കൂടെ ചേർത്തിട്ട് പ്രിമിറ്റീവ് ഓർത്തോറോംബിക് എന്നൊരു വാക്ക് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ഓർത്തോറോംബിക്, ബോഡി സെന്റേർഡ് ഓർത്തോറോംബിക് BCO എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ഓർത്തോറോംബിക് FCO എന്ന് പറയാം, എൻഡ് സെന്റേർഡ് ഓർത്തോറോംബിക് ECO എന്ന് പറയാം. എന്ന് പറഞ്ഞതുപോലെ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് SC എന്ന് പറയാം, ബോഡി സെന്റേർഡ് ക്യൂബിക് BCC എന്ന് പറയണം, ഫേസ് സെന്റേർഡ് ക്യൂബിക് FCC എന്നൊക്കെ പറയണം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഇനി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ക്യൂബിന്റെ ബ്രവൈസ് ലാറ്റിസ് ആയ സിമ്പിൾ ക്യൂബിക്കും BCCയും FCCയെ പറ്റിയാണ് അടുത്ത കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്.
സോ അടുത്ത് പഠിക്കാനുള്ളത് ക്യൂബിക് വേരിയേഷൻസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സിമ്പിൾ ക്യൂബിക് ആണ്, അതിൽ പ്രിമിറ്റീവ് എന്ന് പറയാം. രണ്ടാമത്തെ ആള് ബോഡി സെന്റേർഡ് ക്യൂബിക് BCC ആണ്. മൂന്നാമത്തെ ആൾ ഫേസ് സെന്റേർഡ് ക്യൂബിക് FCC ആണ്. അങ്ങനെ 3 സിസ്റ്റത്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. സിമ്പിൾ ക്യൂബിക് വരച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളൊരു ക്യൂബിന്റെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് പാർട്ടിക്കിൾസ് കോർണേഴ്സിന് മാത്രം അടയാളപ്പെടുത്തി കാണിച്ചു കൊടുക്കുക. ഓക്കെ, BCC വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ക്യൂബ് വരച്ചിട്ട് പാർട്ടിക്കിൾസ് ആദ്യം കോർണേഴ്സിൽ കാണിക്കണം. അത് കൂടാതെ ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ കാണിക്കുക. ശരി, ഇനി FCC വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു ക്യൂബിന്റെ ഷേപ്പ് വരയ്ക്കുക. കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് ക്യൂബിന് 6 ഫേസ് ഉണ്ടെന്ന് അറിയാം. ഓരോ ഫേസിന്റെയും സെന്റർ നോക്കി പാർട്ടിക്കിൾ ഫില്ല് ചെയ്യുക. സോ ടോപ്പ് ഫേസിന്റെ സെന്റർ ഏകദേശം ഇവിടെ, സൈഡ് ഫേസ് ഇവിടെ ആയിട്ടുണ്ട്, ഈ സൈഡ് ഫേസ് കാണിച്ചു. ബോട്ടം ഫേസിന്റെ സെന്റർ ഏകദേശം ഇവിടെ. ഇനി ഫ്രണ്ട് ഫേസ് അതിന്റെ സെന്റർ ഏകദേശം ഇവിടെ. ഇനി ബാക്ക് ഫേസ് അതിന്റെ സെന്റർ ഇവിടെയാണ്. അപ്പൊ ഫേസിന്റെ സെന്ററിലേക്ക് 6 പാർട്ടിക്കിൾ കാണിച്ചു കൊടുക്കുക. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് ക്യൂബിക് വേരിയേഷൻസിനെ പറ്റിയാണ്. അത് 3 എണ്ണം ഉണ്ട്, സിമ്പിൾ ക്യൂബിക്, BCC, FCC. സിമ്പിൾ ക്യൂബിക്കിലെ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്, BCC വരച്ചിട്ടുണ്ട്, FCC വരച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, സിമ്പിൾ ക്യൂബിക്കിലെ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് എത്രയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് തോന്നും ആ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് 8 ആണെന്ന് തോന്നും. പക്ഷേ ഈ 8 പാർട്ടിക്കിളിന്റെ പ്രത്യേകത, ഈ 8 പാർട്ടിക്കിളും ഈ യൂണിറ്റ് സെല്ലിന്റെ മാത്രം സ്വന്തമല്ല, അത് ഒരു വലിയ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 8 പാർട്ടിക്കിൾസിന് നമുക്ക് അവിടെ ഇയാൾക്ക് മാത്രമായി കൊടുക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നമുക്കത് ക്ലാസിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഓർക്കുക, അതായത് അടുത്തിന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സിമ്പിൾ ക്യൂബിക്, BCC, FCC ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്യൂബാണെന്ന് വെച്ചോ, ആ ക്യൂബിന്റെ ഈ സ്ഥലങ്ങളെ നമുക്ക് കോർണർ എന്ന് പറയാം. അങ്ങനത്തെ 8 കോർണർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 8 ഈ ഭാഗങ്ങളെ എഡ്ജ് ആണെന്ന് പറയണം. അത് 12 എഡ്ജസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 12 എഡ്ജസ് ഉണ്ട്. ഇനി ഫേസ് നോക്കുന്ന സമയത്ത് ഇത് ഫേസ് ആണ്. 6 ഫേസുകൾ കാണുന്നുണ്ട്. 1, 2, 3, 4, 5, 6 ഫേസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പൊ അടുത്ത ജോലി എന്ന് വെച്ചാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുകയാണ്. അതൊരു സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എത്രയാണ്, BCC എത്രയാണ്, FCC എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി എഡ്ജ് കാണിച്ചു, കോർണർ കാണിച്ചു, എഡ്ജ് കാണിച്ചു, പിന്നെ അതുപോലെ ഫേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിന്തിക്കാം, എന്താ ഈ കോർണർ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു സ്പിയർ ഉണ്ടെന്ന് വെച്ചു, ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചു. എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പിയർ ഈ യൂണിറ്റ് സെല്ലിന്റെ മാത്രം സ്വന്തമല്ല, പകരം ഇതിന്റെ മുകളിലിരിക്കുന്ന മറ്റൊരു യൂണിറ്റ് സെല്ലിനെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഈ കോർണറിലിരിക്കുന്ന ഈ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഈ യൂണിറ്റ് സെല്ലിനും കൂടെ ഷെയർ ചെയ്യുന്നു. തീർന്നില്ല. ഇതിന് നേരെ ഇവിടെ ഇരിക്കുന്ന, നേരെ അടുത്തിരിക്കുന്ന ഈ യൂണിറ്റ് സെല്ലിന്റെയും ഒരു കോർണർ ഇവിടെയാണ്. സോ 1, 2, 3 എണ്ണമായി. തീർന്നില്ല. ഇതിന് മുകളിലിരിക്കുന്ന ഒരു യൂണിറ്റ് സെല്ലിന്റെയും കോർണർ എന്ന് വെച്ചാൽ ഇവിടെയാണെന്ന് ഓർമ്മിക്കുക. തീർന്നില്ല. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, കോർണർ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ കൊണ്ട് 1, 2, 3, 4 ഈ 4 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ അങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോഴും ഈ യൂണിറ്റ് സെൽ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിളിന്റെ പകുതി മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി പകുതി ഭാഗം മുകളിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ യൂണിറ്റ് സെല്ലും ഇതിന് ഫ്രണ്ടിലിരിക്കുന്ന യൂണിറ്റ് സെല്ലും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലിരിക്കുന്നതും ഇതിന്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള യൂണിറ്റ് സെല്ലുകൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മിച്ചോണം. പറഞ്ഞു വന്ന കാര്യം, ഈ കോർണറിലെ ഒരു പാർട്ടിക്കിളിനെ ഇയാൾക്ക് മാത്രമായി സ്വന്തമാണെന്ന് പറയാൻ കഴിയില്ല. ഇതിന്റെ ചുറ്റും ഇരിക്കുന്ന 7 യൂണിറ്റ് സെല്ലിനും കൂടെ ചേർന്നാണ് ഒരു കോർണർ എന്ന് ഓർമ്മിച്ചണം. അങ്ങനെ ടോട്ടൽ 8 പേരായിട്ട് ഒരു കോർണർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ 8 പേരായിട്ട് ഒരു കോർണർ ഷെയർ ചെയ്ത്
ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 8ൽ 1 ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ കോർണറിലെ ഒരു പാർട്ടിക്കിളിനെ കണ്ടാൽ നിങ്ങൾ പറയേണ്ടത് ഒന്നും എണ്ണാൻ പാടില്ല, പകരം 8ൽ 1 കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ എഡ്ജിലെ ഒരു പാർട്ടിക്കിളിനെ കണ്ടാൽ ഇതിന് മുകളിലുള്ള ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിന് ഫ്രണ്ടിലുള്ള ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതിന് മുകളിലിരിക്കുന്ന ആൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എഡ്ജിൽ എവിടെയെങ്കിലും ഒരു പാർട്ടിക്കിൾ കണ്ടാൽ അത് 4 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ എഡ്ജിലെ കോൺട്രിബ്യൂഷൻ എത്രയെന്ന് ചോദിച്ചാൽ അത് 4ൽ 1. ഇനി ഫേസിൽ എവിടെയെങ്കിലും ഒരു പാർട്ടിക്കിൾ വന്നാൽ അത് 2 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നു, ഫേസ് ടു ഫേസ് 2 പേര് ചേർന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫേസിലെ ഒരു പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് 1/2 ആണ്. ഇനി ബോഡിക്കകത്ത് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്കത് 1 ആയിട്ട് എണ്ണാൻ പറ്റുമെന്ന് ഓർമ്മിച്ചു വേണം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ സിമ്പിൾ ക്യൂബിക്കിലെ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ 8 എണ്ണാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ കോർണറിലെ ഒരു പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ വെറും 8ൽ 1 മാത്രമേ ഉള്ളൂ. എങ്കിൽ അങ്ങനെ 8ൽ 1 കോൺട്രിബ്യൂഷൻ ഉള്ള ഇയാൾക്ക് 8ൽ 1 ഉള്ളൂ. 1 2 3 4 5 6 7 8 പേരുണ്ട്. സോ 8ൽ 1 കോൺട്രിബ്യൂഷനിൽ 8 പേരുണ്ട്. സോ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് എത്രയെന്ന് ചോദിച്ചാൽ അവിടെ 1 പറയാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിച്ചു കൊള്ളണം. അപ്പൊ പുതിയ കാര്യം മനസ്സിലായിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക്കിലെ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് അത് 1 ആണ്, 8 അല്ല, പകരം 1 ആണെന്ന് മനസ്സിലായി. ഇതേ കാൽക്കുലേഷൻ വെച്ചിട്ട് BCCയിൽ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 8ൽ 1 കോൺട്രിബ്യൂഷനുള്ള 8 പേരുണ്ട്. തീർന്നില്ല, ബോഡിക്കകത്താണെങ്കിൽ ഒരാളുണ്ട്, ഒരാളുടെ കോൺട്രിബ്യൂഷൻ ബോഡിക്കകത്താണെങ്കിൽ 1 തന്നെ. സോ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് അവിടെ 2 ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ FCCയുടെ കാര്യം നോക്കുന്ന സമയത്ത് അവിടെ കോർണർ എല്ലാം കൂടെ 1/8 കോൺട്രിബ്യൂഷനിൽ 8 പേരുണ്ട്. പ്ലസ് ഇനി ഫേസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ഹാഫ് ആണ്. അങ്ങനത്തെ 6 ഫേസുകൾ ഉണ്ടെന്ന് അറിയാം. സോ ഇൻറ്റു 6. സോ 1 + 3 = 4 ആണെന്ന് ഓർമ്മ വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസിനെ പറ്റി നമ്മൾ മനസ്സിലാകുന്നുണ്ട്. സിമ്പിൾ ക്യൂബിക്കിൽ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് 1 ആണ്, BCC ആണെങ്കിൽ 2 ആണ്, FCC ആണെങ്കിൽ 4 ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. ഇന്ന് ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് സെല്ലിന്റെ വേരിയേഷൻസിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൽ പരമാവധി 4 വേരിയേഷൻസ് വരാം. അങ്ങനെ ടോട്ടൽ നമ്പർ വേരിയേഷൻസ് 14 എണ്ണമേ ഉള്ളൂ. ആ 14 വേരിയേഷൻസിനെയും ബ്രവൈസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കിയത് ക്യൂബിന്റെ വേരിയേഷൻസിനെ പറ്റി ഡീറ്റെയിൽ സ്റ്റഡിയാണ്. സിമ്പിൾ ക്യൂബിക് എന്താണെന്ന് അറിയാം, BCC എന്താണെന്ന് അറിയാം, FCC എന്താണെന്ന് അറിയാം, അത് വരയ്ക്കാൻ അറിയാം. അതിന്റെ എഫക്റ്റീവ് നമ്പർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ ഓർമ്മിക്കണം അവിടെ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസ് 1 ഉള്ളൂ. BCC കണ്ടാൽ ടോട്ടൽ പാർട്ടിക്കിൾസ് 2 ഉള്ളൂ. FCC ആണെങ്കിൽ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസ് 3 ഉള്ളെന്ന് FCC ആണെങ്കിൽ ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾസ് 4 ഉള്ളെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി അടുത്ത നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 3 യൂണിറ്റ് സെല്ലിലും വെച്ച് എഫിഷ്യൻസി കൂടിയ പാക്കിംഗ് ആർക്കാണ്? പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലേ മനസ്സിലായിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഒരു ക്യൂബിനകത്ത് ഒരു സ്ഫിയർ മാത്രം, ടോട്ടൽ ഒരു ക്യൂബിനകത്ത് ഒരു സ്ഫിയർ മാത്രം. BCC ആണെങ്കിൽ ഒരു ക്യൂബിനകത്ത് 2 സ്ഫിയറുകളുണ്ട്. അതേസമയം FCC ആണെങ്കിൽ ഒരു ക്യൂബിനകത്ത് 4 സ്ഫിയറുകളുണ്ട്. 4 സ്ഫിയറുകളുണ്ട്. ഒരു ക്യൂബിൽ ടോട്ടൽ ആയിട്ട് 4 സ്ഫിയറുകളുണ്ട്. അപ്പൊ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 3 ക്യൂബിക് വേരിയേഷൻസിൽ വെച്ച് എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? ഒരു ക്യൂബിൽ ഒരു സ്ഫിയർ ഉള്ളതാണ് ഇത്രയും, ഒരു ക്യൂബിൽ 2 സ്ഫിയർ നൽകിയിരിപ്പുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ക്യൂബിനകത്ത് 4 സ്ഫിയറുകളുണ്ട്. സോ പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ സ്വാഭാവികമായിട്ടും അത് FCCക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഈ പാക്കിംഗ് എഫിഷ്യൻസി എത്ര ശതമാനമുണ്ട്? അത് മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങളോട് ഓർമ്മിക്കണം. അതിനുവേണ്ടി ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന സ്ഫിയറിന്റെ റേഡിയസ് R ആണെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിലെ എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് ഓഫ് സ്ഫിയർ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. അത് മനസ്സിലാക്കി വയ്ക്കണം. A = 2R ആണ്. അതേസമയം BCC നോക്കുന്ന സമയത്ത് എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് സ്ഫിയറും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. A = 4/√3 × R ആണ്.
അതേസമയം എഫ് സി സിയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഈ ഫോർമുല A equal to 2√2R ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന അടുത്ത കാര്യം അതാണ്. നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി മനസ്സിലാക്കണം. പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ എഫ് സി സിക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി അത് എത്രയാണെന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് ഓഫ് സ്പിയറും കണക്ട് ചെയ്യുന്ന ഫോർമുലകളുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ക്യൂബിക്കിൽ ആ ഫോർമുല A equal to 2R ആണ്. BCC ആ ഫോർമുല A equal to 4/√3R ആണ്. FCC ആകുമ്പോഴത്തേക്ക് ആ ഫോർമുല A equal to 2√2R ആണ്. ഇനി അടുത്ത കാര്യം, നമ്മൾ ഇവിടെ കാണുന്ന രണ്ട് ഷേപ്പുകൾ, ഒന്ന് സ്വാഭാവികമായിട്ട് സ്പിയർ ആണ്, മറ്റൊന്ന് സ്വാഭാവികമായിട്ട് ക്യൂബ് ആണ്. സോ രണ്ട് ഷേപ്പുകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വോളിയം ഓഫ് സ്പിയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മനസ്സിലാക്കിയിരിക്കുക. വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ആ ഫോർമുല എല്ലാവർക്കും അറിയാം. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം. അത് 4/3πr³ ആണ്. അതേസമയം വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല A³ ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ക്യൂബിക്കിലെ വോളിയം ഓഫ് ക്യൂബ് ചോദിച്ചാൽ A³ എന്നുള്ളത് 2R³ ആണ്. അതേസമയം BCCയിലെ A³ എന്താണെന്ന് ചോദിച്ചാൽ 4/√3R³ ആണ്. FCC ആകുമ്പോഴത്തേക്ക് അത് A equal to 2√2R ആണ്. അതുകൊണ്ട് തന്നെ 2√2R³ ആണെന്ന് പറയണം. ഇനി വോളിയം ഓഫ് സ്പിയർ, ഒരു സ്പിയറിന്റെ വോളിയമാണ് കാണിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്യൂബിക്കിലെ വോളിയം ഓഫ് സ്പിയർ എന്ന് വെച്ചാൽ 4/3πr³ ആണ്. അതേസമയം BCC ആകുമ്പോഴത്തേക്ക് രണ്ട് സ്പിയർ ഉണ്ട്. സോ 2 × 4/3πr³ ആണ്. അതേസമയം FCC ആകുമ്പോഴത്തേക്ക് അത് 4 സ്പിയർ ഉണ്ട്. സോ 4 × 4/3πr³ ആണെന്ന് ഓർമ്മ വരണം. അപ്പൊ ഇനി പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല തയ്യാറാക്കണം. ആ ഫോർമുല, ഒരു ക്യൂബിനകത്ത് സ്പിയർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പിയറിനകത്ത് ക്യൂബ് അല്ല, ക്യൂബിനകത്ത് സ്പിയർ ഉണ്ട്. സോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഫോർമുല നമുക്കുണ്ട്. വോളിയം ഓഫ് സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100 എന്ന ഫോർമുല ഉപയോഗിച്ച് പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പുതിയ കാര്യം എന്ന് വെച്ചാൽ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവിടെ എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് സ്പിയറും കണക്ട് ചെയ്യുന്ന ഫോർമുലകൾ അറിഞ്ഞിരിക്കുക. A equal to 2R ഉണ്ട്. A equal to 4/√3R, A equal to 2√2R എന്ന ഫോർമുല ഓർമ്മിക്കുക. വോളിയം ഓഫ് സ്പിയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4/3πr³ ഉണ്ട്. വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല A³ ഉണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോളിയം ഓഫ് സ്പിയറിന് പകരം ഒരു സ്പിയറേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ 4/3πr³ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് A³ ആണ്. അവിടുത്തെ എയുടെ ഫോർമുല 2R ആണ്. സോ അതുകൊണ്ട് തന്നെ 2R³ ആണ് ഇൻറ്റു 100 സിമ്പിൾ ക്യൂബിക്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം R³ ഉണ്ട്. R³ ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 4/3 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 2 ക്യൂബിന്റെ വാല്യൂ അടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അത് 52% ആണെന്ന് മനസ്സിലാവും. സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞ് R³ ക്യാൻസൽ, ബാക്കി നമ്പേഴ്സേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 52% ആണ് സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ BCCയിൽ രണ്ട് സ്പിയറുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു വോളിയം ഓഫ് സ്പിയർ 4/3πr³ divided by volume of cube A³. അവിടുത്തെ എയുടെ വാല്യൂ 4/√3R ആണ്. സോ 4/√3R³ ഇൻറ്റു 100. അവിടെ അതുപോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് R³ ഉണ്ട്. R³ ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കി നമ്പേഴ്സേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 68% ആണ് അവിടുത്തെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിൽ കണക്കാക്കിയതുപോലെ തന്നെയാണ് സിമ്പിൾ ക്യൂബിക്കൽ പാക്കിംഗ് എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിനേക്കാൾ പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലാണ് BCCയിൽ എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എങ്കിൽ FCC ചെയ്യുന്ന സമയത്ത്, FCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു 4 സ്പിയർ ഉണ്ട്. സോ 4 × 4/3πr³ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് A³ ആണ് 2√2R into 100. ഇതുപോലെ തന്നെ R³ ക്യാൻസൽ ചെയ്യും. ബാക്കി കിട്ടുന്നത് 74%.
74% ആണ് അവിടുത്തെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒന്നുകൂടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് സംസാരിച്ചത്. ഒരു യൂണിറ്റ് സെല്ലിനെ 4 ആയി തരംതിരിക്കാമെന്ന് പറഞ്ഞു. പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. ഈ 4 സിസ്റ്റം ഉള്ളത് ഓർത്തോറോംബിക്കിന് മാത്രമേ ഉള്ളൂ. അതേസമയം ക്യൂബിനാണെങ്കിൽ 3 സിസ്റ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെ 14 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. 14 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ആ 14 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ക്യൂബിന്റെ വേരിയേഷൻസിനെ പറ്റിയാണ് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തത്. ക്യൂബിന്റെ വേരിയേഷൻസ് സിമ്പിൾ ക്യൂബിക്, BCC, FCC എന്ന് പറഞ്ഞു. അതിന്റെ പടം വരയ്ക്കാൻ അറിയാം, അതിന്റെ ഡെഫിനിഷൻ പറയാൻ അറിയാം, അതിന്റെ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ അറിയാം. ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് കോർണറിലുള്ള പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ അത് 1/8 മാത്രമാണെന്ന് ഓർമ്മിച്ചു. ഫേസിലാണെങ്കിൽ 1/2 മാത്രമാണെന്ന് ഓർമ്മിച്ചു. എഡ്ജിലാണെങ്കിൽ അത് 1/4 ആണ്. ഇവിടെ അത് കാൽക്കുലേഷൻ ആവശ്യം വന്നില്ല, എന്നാലും പറഞ്ഞു. പിന്നെ ബോഡിക്കകത്തൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് 1 ആണെന്ന് ഓർമ്മിച്ചു. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത് സിമ്പിൾ ക്യൂബിക്കിലെ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണ്. BCC ആകുമ്പോഴത്തേക്ക് അത് 2 ആണ്. FCC ആകുമ്പോഴത്തേക്ക് അത് 4 ആണെന്ന് മനസ്സിലായി. അത്രയും രണ്ടാമത്തെ കാര്യം. ഇനി അടുത്ത് പഠിച്ച മൂന്നാമത്തെ കാര്യം പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അറിയേണ്ട നോളജ്, പ്രീവിയസ് നോളജ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് ഓഫ് സ്പിയറും കണക്ട് ചെയ്യുന്ന ഫോർമുലകൾ മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ ക്യൂബിക്കിൽ ആ ഫോർമുല A = 2R ആണ്. BCC ആകുമ്പോഴത്തേക്ക് ആ ഫോർമുല A = 4/√3R ആണ്. അതേസമയം FCC ആണെങ്കിൽ അത് A = 2√2R ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം വോളിയം ഓഫ് സ്പിയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർത്ത് വയ്ക്കുക. 4/3πr³ ആണ്. അതേസമയം വോളിയം ഓഫ് ക്യൂബ് എന്നുള്ളത് A³ ആണ്. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. അങ്ങനത്തെ വാല്യൂ ഫിക്സഡ് വാല്യൂസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സിമ്പിൾ ക്യൂബിക്കിൽ അത് 52%, BCC ആകുമ്പോൾ 68%, FCC ആകുമ്പോഴത്തേക്ക് അത് 74%ആണെന്ന് ഓർമ്മിക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ FCC എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിനെയാണ് പിന്നീട് നമ്മൾ CCP എന്നും ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന അർത്ഥത്തിൽ CCP എന്നോ HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് FCC തന്നെയാണെന്ന് ഓർമ്മ വരണം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം. കാൽക്കുലേറ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് FCC എന്ന് ചോദിച്ചാലോ, കാൽക്കുലേറ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് CCP എന്ന് ചോദിച്ചാലോ, കാൽക്കുലേറ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് HCP എന്ന് ചോദിച്ചാലോ ഒരേ ഉത്തരമാണ്, ഒരേ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓർമ്മ വരണം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. നന്നായി പഠിക്കാം.